സർ, ഈ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ അരങ്ങേറിയ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൻ്റെ ഒരു ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ വിവാദ വിഷയത്തിൽ സർ, അതിൽ ശരിക്കും ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം AKPCTA എന്ന അധ്യാപക സംഘടനയും അതുപോലെ സർക്കാരും ഇതിനകത്ത് വല്ലാത്ത ഒരു ഒത്തുകളി നടത്തുകയല്ലേ? വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ട് ഒരു വേഷം കെട്ടൽ ഗവർണർക്കെതിരെ കാണിക്കുന്നതും അല്ലേ എന്ന് നാം ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? സർ, ഈ നടക്കുന്ന നാടകത്തെക്കുറിച്ച്, സർക്കാരും AKPCTAയും നടത്തുന്ന നാടകത്തെക്കുറിച്ച് ഒന്ന് പറയാം. കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൂടിയിട്ട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്ന് നമുക്കറിഞ്ഞൂടെ. KS അനിൽകുമാർ രജിസ്ട്രാറാണ്, കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണ്. അത് ചാൻസലർ പങ്കെടുത്തൊരു പ്രോഗ്രാമിൽ അദ്ദേഹം ഇടപെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം, ചാൻസലർ പങ്കെടുക്കുന്ന പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് വന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ ധാരാളം ഉണ്ട്. സസ്പെൻഷനെതിരായിട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഇന്നലെ ഞായറാഴ്ച സിൻഡിക്കേറ്റ് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചതായിട്ട് പറയുന്നു. VC അതിനെ അംഗീകരിച്ചിട്ടില്ല. VC അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ചാൻസലർക്ക് ഒരു തീർപ്പിന് വിടുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് സസ്പെൻഷനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് നൂലാമാല പ്രശ്നങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ചാൻസലർ സ്റ്റേറ്റിൻ്റെ ഗവർണർ കൂടിയാണ്. ചാൻസലർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ചാൻസലർ എത്തുന്നതിന് തൊട്ട് മുമ്പ്, അതായത് അതിൻ്റെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം ചാടിക്കയറി ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അതായത് സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ട് സ്റ്റേജ് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വിവാദം ഉണ്ടാക്കിയിരുന്നു നേരത്തെ തന്നെ. ആ വിവാദത്തിൻ്റെ പിന്നിൽ ചാൻസലർ സംബന്ധിച്ചിടത്തോളം, ചാൻസലർ ഗവർണർ കൂടിയായിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ബോംബ് സ്ക്വാഡ് അതുപോലുള്ള അതീവ സുരക്ഷയുള്ള വ്യക്തിയാണ് ഗവർണർ. അപ്പം അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കിയതിന് ശേഷം ആ സ്റ്റേജിൽ കയറിയതും ശരിയായ ഒരു കാര്യമല്ല. അത് അദ്ദേഹത്തിൻ്റെ പേര് നടപടി ഉണ്ടാകാതിരുന്നത് ഒരു പക്ഷേ ഗവർണറുടെ ഒരു വിട്ടുവീഴ്ചയായിരിക്കാം. കാരണം ഹൈ കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിയുടെ സുരക്ഷയൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം അവിടേക്ക് ഒരു വ്യക്തി കയറി കഴിഞ്ഞാൽ സാധാരണ ഇത് ചെയ്യുന്ന പിടിച്ചോണ്ട് പോകും. അവരുടെ സുരക്ഷ ആ വ്യക്തി ആരാണ് കടന്നു കയറിയത് അദ്ദേഹത്തിനെ പിടിച്ചോണ്ട് പോകുന്ന ഒരു വിഷയമാണ്. അത് കഴിഞ്ഞിട്ടാണ്, അതിനെ തുടർന്നാണ് വൈസ് ചാൻസലർ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിനെതിരെ അദ്ദേഹം വിദ്യാർത്ഥികളെയും മറ്റും വിദ്യാർത്ഥികളുടെയൊക്കെ പിന്തുണ തേടുകയും വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ കാണുകയും അദ്ദേഹം സ്വന്തം നിലയിൽ അല്ലെങ്കിൽ രജിസ്ട്രാർ എന്ന നിലയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്തി നിൽക്കുന്നതെന്ന് പറയുന്നത് രജിസ്ട്രാറുടെ പണി കോടതി കേസ് നടത്തുക, അതായത് കോടതിയുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം നഷ്ടപ്പെടുത്തുക, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ധനം, യൂണിവേഴ്സിറ്റിയുടെ മണി നഷ്ടപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ രജിസ്ട്രാർ ഇടപെട്ടിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വൈസ് ചാൻസലർ, രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ, അധ്യാപകർ എന്നൊക്കെ പറയുന്നത് എതിർപക്ഷത്തുള്ള കക്ഷികളാണ്. ഇന്നവരെ
SFIക്കാരെങ്കിലും ഒരു രജിസ്ട്രാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടയ്ക്ക് കട്ട നിന്നതായിട്ടുള്ള ഒരു ചരിത്രം കണ്ടിട്ടില്ല. 1980-കളിൽ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒക്കെ തിരുവനന്തപുരത്ത്, അദ്ദേഹം എനിക്ക് തോന്നുന്ന തിരുവനന്തപുരം ജില്ലയിലെ SFIയുടെ പ്രസിഡന്റോ സെക്രട്ടറി മറ്റോ ആയിരുന്നു. അന്നത്തെ വൈസ് ചാൻസലറിന്റെ ഒരു നിയമനം സംബന്ധിച്ച്, വൈസ് ചാൻസലറുടെ നിയമനം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ യോഗ്യത കുറവിനെ പറ്റിയും മറ്റുമായിട്ട് SFI വൻപിച്ച സമരം അഴിച്ചുവിട്ടു. ആ സമരത്തിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ വൈസ് ചാൻസലർ JV വിളനില അദ്ദേഹത്തിന് ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിച്ച് യൂണിവേഴ്സിറ്റിയുടെ നടപടികൾ നടത്തിക്കൊണ്ടു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രജിസ്ട്രാറുടെ നടപടി എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകേണ്ട ഒരു കാര്യം ചെയ്തിട്ട് സസ്പെൻഷൻ മേടിച്ച ആളല്ല. അദ്ദേഹം അവിടെ ഈ പറയുന്ന, അതായത് രജിസ്ട്രാർ എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാർക്ക് മാത്രമാണ്. സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സ് എഴുതുന്ന ആളാണ് രജിസ്ട്രാർ. അദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങളുടെ നിർവഹണമാണ്. അതില് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്ന ഒരു വിഷയത്തിലല്ല ഇദ്ദേഹം ഇടപെട്ടത്. പക്ഷേ SFIക്കാരുടെ അവസ്ഥ എന്ന് പറയുന്ന, SFIക്കാർക്ക് ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. SFIക്കാരുടെ ഗതികേട് ഓർത്തിട്ട് സങ്കടമാണ് തോന്നുന്നത്. പഴയ ശിവൻകുട്ടിയുടെ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് അവർ താഴേക്ക് പോയി. അവരിപ്പോ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാളയത്തുനിന്ന് വെള്ളയമ്പലത്തിലേക്ക്, രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യും. അവിടെ അതിന്റെ പുറകെ സർക്കാർ പോലീസിനെ വിടും. പോലീസിനെ വിട്ടിട്ട് പോലീസ് വെള്ളം തെളിച്ച് ചുരുളുകൊണ്ട് തല്ലിയൊക്കെ ശരിയാക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന, പണ്ട് കാലത്ത് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വെള്ള കൊയ്യുന്നതിന് മുമ്പായിട്ട് ഈ മിറ്റമൊക്കെ വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇട്ടിട്ട് വെള്ളം തെളിച്ച് നിലം തല്ലി എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് അടിച്ച് നീറ്റാക്കും. അപ്പൊ അതിൻ്റെ അകത്ത് നെല്ല് വീണാലും നമുക്കത് വാരിയെടുക്കാൻ പറ്റും. ഇപ്പം SFIക്കാരുടെ അവസ്ഥ ഏതാണ്ട് ഇപ്പം എന്താണ്, നിലം തല്ലിക്ക് തല്ല് കിട്ടുന്നത് പോലെയായി. അങ്ങനെയാണ് ഇപ്പൊ തോന്നുന്നത്. ഇതൊക്കെയാണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം രജിസ്ട്രാറായിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഏതോ അധ്യാപകന്റെ MBAയുടെ ഉത്തരക്കടലാസ് ചോർന്നുപോയി. അതിനെതിരെ എന്ത് നടപടികളാണ്? അപ്പൊ ഇത്തരം വീഴ്ചകളൊക്കെ വരുന്നത് തടയാനാണ് രജിസ്ട്രാർ അവിടെ ഇരുത്തിയേക്കുന്നത്. ഇത്തരം വീഴ്ചകൾ വരാം. അതുപോലെ തന്നെ ക്യാമ്പസുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്, ക്യാമ്പസിൽ അനുദിനം കുട്ടികൾ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഒരു രക്ഷകർത്താവ് അതിനെപ്പറ്റി പ്രതികരിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു കുട്ടിയെ കേരളത്തിലെ ക്യാമ്പസിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവൻ സ്വബോധത്തോടെ തിരിച്ചു വരും എന്ന് നമുക്കൊന്നും ഉറപ്പില്ല. അതായത് പല ക്യാമ്പസുകളും മയക്കുമരുന്നിന്റെ ഹബ്ബുകളാണ് എന്ന് രക്ഷകർത്താക്കൾക്ക് പരാതിയുണ്ട്. അതിനെതിരെ രജിസ്ട്രാർ എന്ത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാനില്ല. അപ്പൊ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എരമല്ലിക്കര ശ്രീയപ്പ കോളേജിലെ ഒരു സാങ്കേതിക അധ്യാപകനായിരുന്നു. M.Tech ആണ്, IT-യിൽ M.Tech ആണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജില് പ്രിൻസിപ്പളായിട്ട് ജോയിൻ ചെയ്തു. അതും അത്ര ശരിയായ നടപടിക്രമമാണോ? അതിൽ നടപടിക്രമ ദോഷമുണ്ടെന്നാണ് പല ആളുകളും, പല അധ്യാപകരുടെ അഭിപ്രായം തന്നെയാണ്. അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്കറിഞ്ഞുകൂടാ. യൂണിവേഴ്സിറ്റി VC-ക്കൊക്കെ അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽഷിപ്പ് എന്ന് പറയുന്ന സംഗതി ചട്ടപ്രകാരമായിരുന്നു. പിന്നെ രജിസ്ട്രാറായിട്ട് ഏത് ആൾക്ക് വേണമെങ്കിലും രജിസ്ട്രാർ ആകാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ക്ലറിക്കൽ പണിയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ പണിയാണ്. അത് FOയുടെ കൂട്ട് തന്നെ, ഫൈനാൻസ് ഓഫീസറുടെ കൂട്ട് തന്നെയാണ് രജിസ്ട്രാറുടെ പണി. അത് അഡ്മിനിസ്ട്രേഷൻ ആണ് അദ്ദേഹത്തിന്റെ ചുമതലപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഈ അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹം ഒരു പരാജയമാണെന്നാണ് ഇപ്പോൾ ഓൾറെഡി തെളിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹം ആരുടെയൊക്കെയോ പ്രേരണ ഉണ്ട്.
അപ്പൊ ഇദ്ദേഹം ഈ പൊസിഷനുകളിൽ എത്തിയതിന്റെ പിന്നിൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പിന്നിൽ അധ്യാപക സംഘടന, ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ വലിയ പിൻബലമുണ്ടെന്നാണ് പറയുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനും പറ്റും. കാരണം മന്ത്രി ഒരു അധ്യാപികയായിരുന്നു, പ്രിൻസിപ്പാളായിരുന്നു, ഈ പറയുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അംഗമായിരുന്നിരിക്കണം ആണ് അദ്ദേഹം. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ബന്ധം വെച്ചിട്ട്, അതായത് സംഘടനാ ബന്ധം വെച്ചിട്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിക്ക് രജിസ്ട്രാറെ ന്യായീകരിക്കേണ്ട ഒരു ചുമതലയുണ്ട്. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ വാചകങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും ഒക്കെ പിന്തുണയ്ക്കുന്നതല്ലാതെ ഏതെങ്കിലും AKPCTയുടെ ഏതെങ്കിലും ഒരു ഘടകം പാളയത്ത് നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്ത ചരിത്രം കാണുന്നില്ല. അധ്യാപകരാരും പ്രതിഷേധിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി കളയാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ, AKPCTയിലെ ഒരു അധ്യാപകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, വിദ്യാർത്ഥികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് മതി എന്നുള്ളൊരു മട്ടിലാണ് ഈ AKPCTക്കാർ തന്നെ ആ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അതായത് AKPCTക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ അധ്യാപകർക്ക് അറിയാം, അധ്യാപകർ വലിയ വിദഗ്ധന്മാരാണ്. കാരണം രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പടം പിടിച്ചു വെക്കാം, ശമ്പളം പോകാം, ചിലപ്പോൾ പിരിച്ചുവിടും, തല്ലുകൊള്ളും. ഇപ്പണിക്കൊന്നും രജിസ്ട്രാർക്ക് വേണ്ടി നിലകൊള്ളാൻ AKPCTയുടെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന അധ്യാപക സംഘടനയുടെ നേതാക്കൾക്കോ അതിലെ അംഗങ്ങൾക്കോ ഇപ്പോൾ താല്പര്യമില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ രജിസ്ട്രാർ വിഷയത്തിൽ നമ്മളുടെ മുമ്പിലുള്ള ചിത്രം. അപ്പൊ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് ഉറപ്പ് കൊടുക്കുന്ന എന്തെങ്കിലും വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും കാര്യമല്ല ഇത്. ഇദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ഓരോ കോടതിയെ സമീപിക്കുന്നതും പിന്നെ സിൻഡിക്കേറ്റിനെ ഉത്തരവ് മേടിച്ചിട്ട് ചട്ടപ്രകാരമല്ല എന്നാണ് വൈസ് ചാൻസലർ പറയുന്നത്. വൈസ് ചാൻസലറിന് അതിനുള്ള അർഹതയുണ്ട് അത് പറയാനുള്ള കാരണം സിൻഡിക്കേറ്റ് പോലെയല്ല. വൈസ് ചാൻസലർക്ക് വ്യക്തിനിഷ്ഠമായിട്ടും ഒരാൾ, ആ വ്യക്തി, വൈസ് ചാൻസലർ എന്ന വ്യക്തി എന്ന നിലയിലും അധികാരമുണ്ട്, സിൻഡിക്കേറ്റിന്റെ ഭാഗം എന്ന നിലയിലും അധികാരമുണ്ട്. അപ്പം കൂടുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ളത് വൈസ് ചാൻസലറുടെ അധികാരത്തിന്റെ വിനിയോഗമായിരിക്കും. അദ്ദേഹത്തിന്, വൈസ് ചാൻസലർക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് VC പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ചട്ടം, അതിന്റെ ഷെഡ്യൂളുകളൊക്കെ വായിച്ചിട്ടുള്ളവർക്കറിയാം അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം വ്യക്തിനിഷ്ഠമായിട്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റും. പിന്നീട് ഇവർ തമ്മിൽ സിൻഡിക്കേറ്റിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ആദ്യം തീർപ്പേൽപ്പിക്കേണ്ട ആളെന്ന് പറയുന്നത് ചാൻസലറാണ്, ഗവർണറാണ് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത്. അവിടെയും യുക്തമല്ലാത്ത തീരുമാനമാണ് വന്നതെന്ന് ഇരയായ വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. അല്ലാതെയും കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് രജിസ്ട്രാർ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിലുള്ളത് കൊണ്ട് ഒരു റിട്രസൽ ഫോറംസ്, അതായത് നമുക്ക് വേണ്ട സൗകര്യം ലഭിക്കാനുള്ള, നമ്മളുടെ ന്യായം ലഭിക്കാനുള്ള സൗകര്യം കോടതി വഴിയും കൂടെ ഉള്ളത് കൊണ്ട് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട ചാൻസലറെ സമീപിക്കാതിരിക്കുകയൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോടതികളുടെ സമയത്തിന് ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. അതുപോലെ തന്നെ ഇതിനുള്ള കോടതിയിൽ അടയ്ക്കേണ്ട ഫീസുകൾ തുടങ്ങിയ കാര്യങ്ങൾ അത് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നാണോ അതോ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നാണോ എടുത്തു കൊടുക്കുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല. ഇപ്പൊ ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ്. അതിന്റെ വക്കീലിന് ഫീസുണ്ട്, അത് യൂണിവേഴ്സിറ്റി വക്കീലാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും വൈസ് ചാൻസലർക്ക് പുറമേ നിന്ന് വക്കീലിനെ എൻഗേജ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതൊന്നും അക്കാഡമിക് ആയിട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടോ ഉള്ള ഒരു വിഷയത്തിന്റെ പശ്ചാത്തലമല്ല. ഇത് വ്യക്തിനിഷ്ഠമായ അന്യോന്യമുള്ള ഇഷ്ടമില്ലായ്മയിൽ അല്ലെങ്കിൽ
എന്തിനോ വേണ്ടിയിട്ട് പ്രതിഷേധിക്കാൻ ഉള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത്. അപ്പം ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോടതിയുടെ വിലപ്പെട്ട സമയവും കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണവും വ്യർത്ഥമാക്കുന്നു എന്നോ ആർക്കെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല.